ഈ ആൾക്കാരുടെ വലിയ ഒച്ചയും ബഹളവും എല്ലാം കേട്ടപ്പോൾ വഴിയരികിൽ യാചിച്ചുകൊണ്ടിരുന്ന അന്ധനായ ബർത്തിമിയൂസ് എന്ന യാചകൻ അവിടെ ഉണ്ടായിരുന്നവരുടെ തിരക്കി വിളിച്ചു ചോദിച്ചു, ഇതെന്താണ് ഈ ബഹളം കേൾക്കുന്നത്? ഉടനെ ആരോ പറഞ്ഞു, യേശു ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. യേശു എന്ന പേര് കേട്ടപ്പോഴേക്കും അയാൾ അത്യുച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ, എന്നിൽ കനിയണമേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം വേറൊരു യാചകനും അടുത്തിരിപ്പുണ്ടായിരുന്നു. ഇത് ബൈബിളിലുള്ളതല്ല കേട്ടോ, എൻ്റെ വെറും ഭാവനയാണ്. ഒരു അന്ധൻ, ഈ ബർത്തിമീസിനെ പോലെ തന്നെ ജന്മനാ അന്ധനായ ഒരു വ്യക്തി അടുത്തിരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. അവർ വളരെ സുഹൃത്തുക്കളായിരുന്നു. അവർ ഒരേ സമയത്തിരുന്ന് ഭിക്ഷ യാചിക്കും. വൈകുന്നേരം ആകുമ്പോൾ രണ്ടുപേരും വേർതിരിഞ്ഞ് പോകും. ആത്മമിത്രങ്ങൾ, അന്യോന്യം മനസ്സിലാക്കുകയും അന്യോന്യം പരമാവധി കഴിയുന്നത് പോലെയൊക്കെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആത്മമിത്രങ്ങളായിരുന്നു അവർ. രണ്ട് അന്ധന്മാർ, ബർത്തിമേസും അയാളുടെ സുഹൃത്തും. അപ്പോൾ ബർത്തിമേസ് വീണ്ടും പരിശ്രമമെല്ലാം മറന്ന് ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ, എന്നിൽ കനിയണമേ എന്ന്. ഉടനെ ഈ സുഹൃത്ത് അവനെ തോന്നിയിട്ട് പറഞ്ഞു, എടാ പൊട്ട, ഒന്നും മിണ്ടാതിരിക്കാവോ? ഉടനെ ഈ ബർത്തിമേസ് ചോദിച്ചു, അതെന്താണ് അങ്ങനെ പറയണേ? നമുക്ക് കാഴ്ച കിട്ടണ്ടേ? ഓ, നിനക്കൊരു വിവരമില്ലല്ലോ. എടാ മണ്ട, കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞൂടി മുട്ടില്ലേടാ. നീ എങ്ങനെ ജീവിക്കുമെന്നേ പറയണത്? ഇപ്പോൾ ഒന്നുമല്ലേലും 3 നേരം ഭക്ഷണം കഴിക്കാനുള്ള വക നമുക്ക് എങ്ങനെയും കിട്ടണുണ്ട്. മേലനങ്ങാതെ വിയർക്കാതെ ഈ വെയിലത്താണ് ഇരിക്കണമെങ്കിലും ഒരു വിധത്തിൽ നമ്മൾ കഴിഞ്ഞു പോകുന്നുണ്ട്. നീ അതോടെ ഇല്ലാതാക്കുമോ? ബർത്തിമേസ് ഒന്നും കേട്ടില്ല. അവൻ പറഞ്ഞു, എടാ നമുക്ക് കാഴ്ച കിട്ടണ്ടേ, ഈ ലോകം എന്താണെന്ന് അറിയണ്ടേ, നമുക്ക് എല്ലാവരെ പോലെ സുഖമായിട്ട് ജീവിക്കാൻ മേലെ. ഉടനെ സുഹൃത്ത് പറഞ്ഞു, എടാ നിനക്ക് അല്ലേലും വിവരമില്ല. നമുക്ക് കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ നീ എങ്ങനെ ജീവിക്കുമെന്ന് പറ. ഒരു തൊഴിലറിയാൻ മേല, വേറെ തൊഴിലൊന്നും അറിയില്ല, നമുക്ക് വിദ്യാഭ്യാസം ഇല്ല, വേറൊരു ജോലി നമുക്ക് കിട്ടുകയില്ല, പിന്നെ എങ്ങനെ ജീവിക്കും? നീ എൻ്റെ കഞ്ഞിയിൽ കല്ല് വാരിയിട്ടല്ലേ. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കൂവിയാൽ നിന്നെ ഞാൻ കൊല്ലും. കാരണം എനിക്ക് വേറെ വഴിയില്ല. നീ എൻ്റെ ജീവൻ നശിപ്പിക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ ഇല്ലാതാക്കും. ഉടനെ ഈ ബർത്തിമേസ് ആ കുഴപ്പത്തിലായി. അവൻ കരയാൻ തുടങ്ങി. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് കാഴ്ച കിട്ടണം അത്ര മോഹമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ ഇരുന്ന് കൂവാതെ നീ എഴുന്നേറ്റ് അങ്ങോട്ടിയല്ല. ഈശോ എങ്ങാനും ഇതിലെങ്ങാനും വന്നാൽ, നിനക്ക് കാഴ്ച വരുമ്പോൾ എനിക്കും കൂടെ കാഴ്ച വന്നാൽ എൻ്റെ കാര്യം പോയി. എനിക്ക് കാഴ്ചയും വേണ്ട, ഒരു കുന്തവും വേണ്ട, എനിക്ക് ഈ ഉള്ളത് തന്നെ മതി, ധാരാളം. ഞാൻ ഇങ്ങനെയെല്ലാം കഴിഞ്ഞു കൂടിയേക്കാമേ. അവിടെ നിനക്ക് വേണമെങ്കിൽ നീ എന്ത് ചെയ്തോ, നീ ഇവിടുന്ന് എഴുന്നേറ്റ് പോയി അവിടെ ഇരുന്ന് കൂവിക്കോ, അവിടെ പോയി ചോദിച്ചോ. ഇവിടെ സൗഖ്യം കിട്ടണമെന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഈശോ ഇങ്ങോട്ട് വിളിച്ചേക്കരുത്. ആ യേശു എങ്ങാനും വന്നാൽ എൻ്റെ കാര്യം പോയി. ഇങ്ങോട്ട് നീ വിളിച്ചേക്കരുത്. അതുകൊണ്ട് നീ വേണമെങ്കിൽ അങ്ങോട്ട് പോക്കോ എന്ന് പറഞ്ഞു. ഉടനെ ബർത്തിമേസ് പരിസരം മറന്ന് തൻ്റെ പുറക്കൊമ്പായം വലിച്ചെറിഞ്ഞ് ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പായുകയാണ്. പോകുന്ന വഴിക്ക് അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ, എന്നിൽ കനിവുണ്ടാകണമേ എന്ന്. ഇത് കേട്ട പുരുഷാരവും വിളിച്ചു കൂവി, ഒന്നും മിണ്ടായിരിക്കടാന്ന് പറഞ്ഞു. നിന്നേക്കാൾ ആവശ്യമുള്ള ആളുകൾ അവിടത്തേക്ക് കൂടിയേക്കണേ. അവർ കരുതി ഇവനെങ്ങാനും കാഴ്ച കിട്ടി അങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ അവസരം പോയെങ്കിലോ, ഇവൻ്റെ അടുത്തെങ്ങാനും വന്നാലോ എൻ്റെ അവസരം പോവില്ലേ. വേണമെങ്കിൽ എടാ ബർത്തിമിയു, നീ പോയി ക്യൂ നിൽക്ക്. ഇത്രയും ആൾക്കാർ കാണാൻ മേലെ നിൽക്കുന്നു, സൗഖ്യം കിട്ടാൻ വേണ്ടി യേശുവിനോട് കൂടത്തേക്ക് തിരക്കണത് കാണാൻ മേലെ നിനക്ക്. നീ വേണമെങ്കിൽ ബാക്കിൽ പോയിരുന്നോ എന്ന് പറഞ്ഞ് ആരോ അവനെ ഊന്തിത്തള്ളി ബാക്കിലേക്ക് വിടാനായിട്ട് തുനിയാണ്. അപ്പോൾ ഈശോ ഇത് മനസ്സിലാക്കിയിട്ട് അവൻ്റെ അടുത്ത് നിൽക്കുകയാണ്. എന്നിട്ട് ബാക്കി കാര്യം നമുക്കറിയാം, അവന് സൗഖ്യം കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളും ഈ അന്ധനായ
ഈ ബർത്തിമേസിൻ്റെ കൂടെ ഇരുന്ന് യാചിക്കുന്ന വ്യക്തി അതാരാണ്? ആ അന്ധൻ ആരാണ്? അത് ഞാൻ തന്നെയാണ്. ഞാനാണ് ഞാൻ ഈ പറയുന്ന ഞാൻ തന്നെയാണ്. ഞാനും ഒരു അന്ധയാചകൻ തന്നെയാണ് ഈ ഭൂമിയിലെ. ഞാനും ഉപജീവനം കഴിക്കുന്നത് യാചിച്ച് മറ്റുള്ളവരൊക്കെ തരുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഉപജീവനം കഴിക്കുന്നത്. ഞാനൊന്നും വന്നപ്പോൾ കൊണ്ടുവന്നില്ല, ഒന്നും കൊണ്ടുപോവുകയില്ല. മറ്റുള്ളവരുടെ പരസഹായം കൊണ്ട് ഞാനും കഴിഞ്ഞു പോണത്. പക്ഷെ ഞാൻ അന്ധനാണ്. എനിക്ക് ഏതാണ് വേണ്ടത്, ഏതാണ് വേണ്ടാത്തത്, എന്താണ് കർത്താവിനോട് ചോദിക്കേണ്ടത്, എന്താണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അറിയില്ലാത്ത ഒരു അന്ധനാണ് ഞാൻ, ആത്മീയ അന്ധൻ. ലൗകിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന, എൻ്റെ സുഖം മാത്രം തേടുന്ന, അതിൽ സന്തോഷം കണ്ടെത്തുന്ന, ഈ ഭൂമിയാണ് എൻ്റെ സ്വർഗമെന്ന് കരുതുന്ന, ഈ ലോക ജീവിതമാണ് എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമെന്നും ശാശ്വതമെന്നും കരുതുന്ന മൂഢനായ, മണ്ടനായ, മൗഢ്യനായ അന്ധൻ തന്നെയാണ് ഞാൻ. അത് തന്നെയാണ് ഏറ്റവും വലിയ അന്ധതയെന്ന് പറയണതും. ഈ അന്ധൻ ഞാൻ തന്നെയാണ്. എനിക്കൊരിക്കലും എൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊരു ചിന്ത ഉണ്ടാകാറില്ല. വാസ്തവത്തിൽ, സത്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്നല്ലാണ്ട് സത്യത്തിൽ എൻ്റെ ചിന്ത എന്താണ്? ഞാനായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കഴിഞ്ഞു പോകണം. എനിക്കെൻ്റെ കൊച്ചു കൊച്ചു സുഖങ്ങളിൽ, എൻ്റെ പാപജീവിതത്തിൽ എനിക്കൊരു സുഖം കിട്ടുവാണ്. കാരണം എനിക്ക് പലതും ലഭിക്കുന്നുണ്ട്. ഈ അന്ധനായ യാചകന് ലഭിച്ചിരുന്ന പോലെ തന്നെ ഈ അന്ധത കൊണ്ട് അയാൾക്ക് ലാഭമുണ്ട്, ഗുണമുണ്ട്. അതായത് മറ്റുള്ളവർക്ക് കനിവ് തോന്നി, അലിവ് തോന്നി എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനുള്ള ഒരു വഴിയാണ് ഇയാളുടെ അന്ധത. ഞാനും പലപ്പോഴും എൻ്റെ പാപ സാഹചര്യങ്ങളെയും പാപങ്ങളെയും എൻ്റെ ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഞാനത് ഉപയോഗിക്കുന്നത്. ദൈവം തന്ന കഴിവുകൾ, ദാനമായി നൽകിയ കഴിവുകൾ ഞാൻ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയാണ്. അത് പറ്റിച്ചോ ചതിച്ചോ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചോ കുബുദ്ധി ഉപയോഗിച്ചൊക്കെ ഞാൻ നേടാനായിട്ട് ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം പഴയ നിയമത്തിൽ നമ്മൾ മനുഷ്യരെപ്പോൾ തെറ്റ് ചെയ്യുന്നോ പാപം ചെയ്യുന്നോ അപ്പോൾ തന്നെ ഉടനടി തന്നെ അവൻ്റെ പാപത്തിനും അവൻ്റെ തെറ്റായ ജീവിതത്തിനും അനുസരിച്ച് തന്നെ മനുഷ്യനെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെയല്ല, പിന്നെയോ രക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ്. പാപിനിയായ സ്ത്രീയോട് ഈശോ പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. വാസ്തവത്തിൽ വിധിക്കാൻ ഏറ്റവും അർഹനായ ആൾ തന്നെയാണ് പറയുന്നത്, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. പക്ഷേ മേലിൽ പാപം ചെയ്യരുത്. പാപത്തിൽ നിന്ന് നിന്നെ വിലക്കാമെന്ന് പറയണില്ല ഈശോ. ഒന്നും വിലക്കുന്നില്ല. അത് അവളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. നീ സ്വയം തീരുമാനിക്കണം പാപം ചെയ്യാതിരിക്കാനായിട്ട്. ഈശോ വേണമെങ്കിൽ എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രക്ഷയില്ല. അപ്പോൾ ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമേ ഈശോ പറയുന്നുള്ളൂ, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. ഒരിക്കലും ഈശോ നമ്മളെ വിധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വയം വിധിക്കുകയാണ്. തനതുവിധി എന്ന് പറയും. നമുക്കറിയാം, നമ്മൾ എത്ര കുമ്പസാരിച്ചാലും പാപബോധം കുറ്റബോധം വിട്ടുമാറാത്ത കുറേ കാര്യങ്ങളുണ്ട്. കുംസാരക്കുള്ളിരിക്കുന്ന യേശുവിൻ്റെ പ്രതിപുരുഷനായ വൈദികൻ, എനിക്ക് ഈശോ വന്നിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു എന്ന് എത്ര തവണ പറഞ്ഞാലും എനിക്കെന്തോ ഒരു സ്വസ്ഥതയില്ലായ്മ, ഒരു മനസ്സമാധാനമില്ലായ്മ. അതാണ് എൻ്റെ വിധി, എൻ്റെ തനത് വിധി എന്ന് പറയും. അപ്പോൾ അതാണ് മരിച്ചു കഴിയുമ്പോൾ നമുക്കെല്ലാം ഒരു തനത് വിധിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിധി എന്ന് പറയുന്നത് അത് വളരെ കോമണാണ്. ദൈവം ഒരിക്കലും വ്യക്തിപരമായിട്ട് വിധിക്കുന്നില്ല, പൊതുവായിട്ട് വിധിക്കുന്നുള്ളൂ. അതിന് മാനദണ്ഡങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തേ ഉള്ളൂ? എനിക്ക് വിശന്നു, ഭക്ഷിക്കാൻ തന്നു അല്ലെങ്കിൽ തന്നില്ല, ദാഹിച്ചു കുടിക്കാൻ തന്നില്ല അല്ലെങ്കിൽ തന്നില്ല, കാരാഗ്രഹത്തിലായിരുന്നു വന്ന് കണ്ടു അല്ലെങ്കിൽ കണ്ടില്ല, അതല്ലെങ്കിൽ ഞാൻ നഗ്നനായിരുന്നു നിന്നെ ഉടുപ്പിച്ചു അല്ലെങ്കിൽ ഉടുപ്പിച്ചില്ല. ഇത്രയും ബേസിക് കാര്യങ്ങളാണ് വിധിക്കാനുള്ള മാനദണ്ഡങ്ങൾ. നമുക്ക് ചിന്തിക്കാം, ഈ വിധി എന്ന് പറഞ്ഞാൽ എന്താണ്? വിധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നീതി ഉണ്ടല്ലോ. എന്താണ് നീതിയും വിധിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോടതിയിൽ ഈ ജഡ്ജി വിധിക്കുന്നത് എങ്ങനെയാണ്? വെറുതെ വിധിക്കാൻ പറ്റില്ല. ആ രാജ്യത്തിൻ്റെ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിധിക്കുക. ആ നിയമങ്ങളെ വിലയിരുത്തിയാണ് വിധിക്കുക. നിയമങ്ങളുടെ വശാവശങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ചാണ് വിധി ഉണ്ടാവുക. ഓരോ രാജ്യത്തിൻ്റെയും നീതിക്കും
വിധിക്കും നിയമങ്ങൾക്കും വ്യത്യാസമുണ്ട്. അമേരിക്കയിൽ നമുക്കറിയാം, നമ്മുടെ വലതുവശം നോക്കിയാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഇവിടെ ഇടതുവശമാണ്, ജസ്റ്റ് ഓപ്പോസിറ്റാണ് എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ നിയമങ്ങൾക്ക് വ്യത്യാസം വരാം. ഈ ലോകത്തിലെ നിയമവും സ്വർഗീയ ലോകത്തിലെ നിയമവും വ്യത്യാസമുണ്ട്. ദൈവരാജ്യത്തിൻ്റെ നീതിയും ഈ ലോകത്തിലെ നീതിയും വ്യത്യാസപ്പെടാൻ കാരണം അതാണ്. നിയമങ്ങൾക്ക് വ്യത്യാസമുണ്ട്. നിയമങ്ങളനുസരിച്ചാണ് വിധിക്കുക. അത് ന്യായയുക്തമാണ് താനും, അല്ലാതെ വെറുതെ വിധിക്കാൻ പറ്റിയല്ല. അപ്പോൾ കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. നിന്നെ വിധിക്കാൻ നീ തന്നെയാണ് നിന്നെ വിധിക്കേണ്ടത്. നീ തന്നെ വിധിച്ചോ. അവസാന ദിവസം പൊതുവായൊരു വിധി എന്ന് അതും ബേസിക് മാനദണ്ഡങ്ങളാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ വിധി വരുമ്പോഴേക്കും, കോമൺ വിധി വരുമ്പോൾ നമുക്കിത്രേ ബേസിക് ചിന്തിക്കേണ്ടതുള്ളൂ. അടിസ്ഥാനമായ ചില കാര്യങ്ങൾ ഞാൻ ചെയ്തോ, വിശക്കുന്നവന് ഭക്ഷിക്കാൻ കൊടുത്തോ, ദാഹിക്കുന്നതിന് കുടിക്കാൻ കൊടുത്തോ, നഗ്നന് ഞാൻ ഉടിപ്പിച്ചോ, മാനുഷികമായ ചില കാര്യങ്ങൾ, വശങ്ങൾ, അതാണ് ദൈവിക വിധി. പക്ഷേ എനിക്ക് എൻ്റേതായൊരു തനത് വിധിയുണ്ട്. എൻ്റെ മനസ്സാക്ഷി എന്നെ കുറ്റപ്പെടുത്തുന്നൊരു വിധിയുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ഒരിക്കലും സാധിക്കുകയില്ല. ദൈവം കാരുണ്യവാനായതുകൊണ്ട് ദൈവം കോമണായി വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളനുസരിച്ച് അതും അവന് സ്വയം വിലയിരുത്താം. അതാണ് കാര്യം, സ്വയം വിലയിരുത്താം. ഞാൻ കുടിക്കാൻ കൊടുത്തോ ഭക്ഷിക്കാൻ കൊടുത്തോ എനിക്ക് അറിയാവുന്ന നിസ്സാര കാര്യങ്ങളാണ്. അല്ലാതെ നീ ക്രിസ്ത്യാനിയായിരുന്നോ, ഏത് മതക്കാരനായിരുന്നു, നീ എത്ര പ്രാവശ്യം പള്ളിയിൽ പോയി, ഇതൊന്നും ചോദിക്കില്ല. ബേസിക് ഒരു കാര്യം വേറെ ഒന്നും ചോദിക്കില്ല, ആത്മീയകാരണം ചോദിക്കുന്നില്ല. ഏതൊരു മനുഷ്യനും, അക്ഷരജ്ഞാനമില്ലാത്തതുമായിട്ടുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങളേ ഉള്ളൂ. അത് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഏത് കുഞ്ഞു കൊച്ചിനും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് അവന് സ്വയം വിലയിരുത്താം. എൻ്റെ സ്ഥലം ഏതാണ്, അനന്തമായിട്ട് എനിക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലം വലതുവശമാണോ ഇടതുവശമാണോ എന്ന് എനിക്ക് സ്വയം വിലയിരുത്താം, വിധിക്കാം. അതാണ് യഥാർത്ഥ വിധി എന്ന് ഞാൻ കരുതുന്നു. എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ. ഏതായാലും നമുക്ക് ചിന്തിക്കാം, എൻ്റെ അവസ്ഥ എന്താണ്, ഞാൻ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ നോമ്പ് കാലത്ത് നമുക്കൊന്ന് സ്വയം മനസ്സിലാക്കാം, സ്വയം വിധിക്കാം. കർത്താവിൻ്റെ വിധിക്ക് വേണ്ടി കാത്തിരിക്കാതെ സ്വയം എന്നെ തന്നെ ഒന്ന് വിധിക്കാം, ചുറ്റുപാടൊന്ന് കണ്ണോടിക്കാം. നമുക്കറിയാം ഏറ്റവും വലിയ കൽപ്പന എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. എങ്ങനെ? പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും സർവ്വശക്തിയോടെയും. പറയാൻ എളുപ്പമാണ്. ഇതെങ്ങനെ നടക്കുക? ചുമ്മാ അങ്ങ് സ്നേഹിക്കാൻ പറ്റുക? എന്നാ ചെയ്യണമെന്ന് സ്നേഹിക്കാനിപ്പോൾ എന്താ ഒരു വഴി? വെറുതെ പറഞ്ഞാൽ ആ സ്നേഹമാവോ? അതിനെ എളുപ്പമാക്കി തന്നു ദൈവം, ഡൈല്യൂട്ടാക്കി തന്നു ദൈവം. എന്താണ്? നീ മറ്റുള്ളവരെ സ്നേഹിച്ചാൽ മതി. നീ കാണാത്ത ദൈവത്തെ സ്നേഹിക്കേണ്ട, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിച്ചാൽ മതി. അവൻ്റെ ആവശ്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നടത്തി കൊടുത്താൽ മതി. അവനോട് കാരുണ്യം കാണിച്ചാൽ മതി. സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിച്ചാൽ മതി. അവനോട് സമയം ചിലവഴിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണ് നീ എന്നെ സ്നേഹിക്കുന്നത്. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ കൽപ്പനകൾ പാലിക്കും. എൻ്റെ കൽപ്പന എന്താണ്? ഒരേ കൽപ്പനയേ ഉള്ളൂ, ഒരേ ഒരെണ്ണം. എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സ്നേഹിച്ചത്? സ്വയം അർപ്പിച്ചുകൊണ്ട്, കുരിശിൽ ബലിയായി തീർന്നുകൊണ്ട്, കുരിശിൽ കടന്നുകൊണ്ട് പോലും നിങ്ങളുടെ പാപങ്ങളും തെറ്റുകളും ഒക്കെ അങ്ങനെ ക്ഷമിക്കുന്ന സ്നേഹം, അതായിരുന്നു യേശുവിൻ്റെ സ്നേഹം. അപ്പോൾ അതുപോലെ സ്വയം ബലിവസ്തുവായി തീർന്നുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും, അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുവാനും, അങ്ങനെ നമ്മൾ അവസാനം അനന്തമായ കാലത്തോളം ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുവാനും, ആ സ്നേഹം തന്നെയായ ആ സ്നേഹത്തിൽ വിലയം പ്രാപിച്ചുകൊണ്ട് സ്വർഗീയ ജീവിതം നയിക്കുവാനുള്ള കൃപയാനുഗ്രഹം നമുക്ക് ഈ നോമ്പ് കാലത്ത് നൽകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.